വിഭാഗം മാലപ്പാട്ടിന് വേണ്ടിയുള്ള വോട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പ് ലീഡർമാർ എത്തിച്ചേരേണ്ടതാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الواحد القهار الصمد الجبار نحمده ونستعينه ونؤمن به ونتوكل عليه من شرور أنفسنا ومن سيئات أعمالنا توفنا مسلمين والحقنا بالصالحين. النبي صلوا على صلوات الله على النبي صلوا على صلوات الله على وينال البركة كل من صلى على وينال البركة كل من صلى على النبي صلوا على صلوات الله عليه. ഏറ്റവും ബഹുമാനമുള്ള വിദ്യാർത്ഥികളെ, എന്റെ ശബ്ദത്തിലേക്ക് നല്ലവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ ഒരുമിച്ച് കൂടി നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലൂടെ എന്ന വിഷയം ആസ്പദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ വിഷയത്തെ 3 വിഭാഗമാക്കി തിരിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് പ്രസംഗത്തിന്റെ ആദ്യത്തെ വിഭാഗം എന്നുള്ളത് സ്വർഗം, രണ്ടാമതായിട്ട് ആ സ്വതക്ക എന്നുള്ളത് എന്താണെന്നും അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പ്രസംഗത്തെ ഞാൻ തിരിച്ചിരിക്കുന്നത് അത് സ്വതക്ക ചെയ്യാനുള്ള മനുഷ്യരിലെത്തുമ്പോ സ്വർഗത്തിലേക്ക് എത്തുമ്പോ നമ്മുടെ വിഷയം അതാണല്ലോ, സ്വർഗം സ്വതക്കയിലൂടെ ഉള്ളതാണല്ലോ. സ്വതക്ക ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ അവന്റെ കയ്യിലുള്ളവന്റെ പക്കലുള്ള സമ്പത്ത് അള്ളാഹുവിന്റെ മതത്തിൽ ചിലവഴിക്കുന്ന സമയത്ത് അവന്റെ മനസ്സിലുണ്ടാകേണ്ട ഒന്നാണ് നീയത്ത. അവൻ മനസ്സിനെ കരുതിയിട്ടുണ്ടായിരിക്കണേ. അവൻ പള്ളിക്ക് കൊടുക്കുമ്പോ, അവൻ മദ്രസയ്ക്ക് കൊടുക്കുമ്പോ, അവൻ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോ അവന്റെ മനസ്സിനൊരു ചിന്ത വേണം. എന്റെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് ഈ സ്വതക്ക ചെയ്യുന്നത്. നാളെ ലോകത്തെത്തുമ്പോ ഇതിനെനിക്ക് തുടങ്ങണമെന്ന് അവന്റെ മനസ്സിലൊരു നീയത്തുണ്ടായാൽ മാത്രമേ സ്വതക്ക ചെയ്യാവുള്ളൂ. ലോകത്തെ കാണുന്ന ഇന്ന് പ്രത്യേകിച്ച് കാണുന്ന എല്ലാ മദ്രസകളോ എല്ലാ പള്ളികളോ എല്ലാ പഠന കേന്ദ്രങ്ങളോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പിരിവെടുത്തിട്ടാണ്. ആ പിരിവെടുത്തവരുടെ മനസ്സിലെക്കാലം ഈ സമ്പത്ത് കൊടുക്കുന്നത് കാരണത്താ നിങ്ങളുടെ സമ്പത്ത് കുറഞ്ഞു പോകുമോ എന്നൊരു ചിന്തവെന്ന അവൻ കൊടുത്ത എല്ലാ സകലങ്ങളും പായസമാകുമേ. وما ينطق ما يهوى إن هو وحي يوحى. പറഞ്ഞിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും കാര്യവും പറഞ്ഞിട്ടില്ല. റസൂൽ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ലാ യഖ്ബസുൽ മാല ഒരിക്കലും സമ്പത്ത് കടന്നു പോകുമല്ല, ആ സമ്പത്ത് ഇരട്ടിയായി പോകുമല്ലോ. നിങ്ങളെ സദക്കേന്ന് പറഞ്ഞ എന്റെ കയ്യിലുള്ള സമ്പത്ത് എന്റെ കയ്യിൽ എന്തുമാവട്ടെ, നല്ലൊരു സദസ്സിലേക്ക് വേണ്ടിയിട്ട് നല്ലൊരു വസ്തുവിന് വേണ്ടിയിട്ട് അവരെ ചിലവഴിക്കുന്ന അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ ദാനം ചിലവഴിക്കുന്നതാണ് സദഖ. ആരെങ്കിലും കൊടുത്താ അവന് ഒന്നിന്റെ പകരോ 10,000 ലഭിക്കുന്നതാണ്. എന്റെ കഴിവെന്നറിയോ, മഹാനായ അലി റളിയല്ലാഹു അൻഹു റസൂലിന്റെ
തങ്ങളുടെ ഭാര്യയായിട്ടുള്ള മഹതിയായ ഫാത്തിമ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ മകളാണ്. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിക്ക് ഒരു ഉടുപ്പ് കൊടുത്തിരുന്നു, ഒരു വസ്ത്രം കൊടുത്തിരുന്നു. മഹതിയായ ഫാത്തിമ ബീവിയുടെയോ അലിയായ തങ്ങളുടെയോ വീട്ടിൽ പട്ടിണിയാണ്, ഒടുങ്ങിയ പട്ടിണിയാണ്. കഴിക്കാനൊന്നുമേയില്ല, കഴിക്കാനൊന്നുമില്ല, പട്ടിണിയൊന്നുമില്ലാത്തൊരവസരത്തിലാണ് അലിയായ തങ്ങളും ഫാത്തിമ ബീവിയോട് ചോദിക്കുക, അല്ലയോ ഫാത്തിമ, ആ വീട്ടിലെത്തിയുണ്ടോ? എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ? ഫാത്തിമ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ഫാത്തിമ ബീവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വസ്ത്രമുണ്ടല്ലോ, ആ ഉടുപ്പുണ്ടല്ലോ, അലിയായ തങ്ങളെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക. അലിയായ തങ്ങളെ വിഷമത്തോട് ചോദിക്കൊണ്ടുണ്ട്, ഫാത്തിമ, നിനക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമല്ല, നിനക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമല്ല, ഉടുപ്പല്ലേ ഇത്, എന്തിനാ കൊടുക്കുന്നത് ഫാത്തിമ എന്ന് ചോദിക്കുമ്പോ അലിയായ തങ്ങളോട് പറയാ, ഇത് കൊണ്ടുപോയിരിക്കട്ട, ആ കിട്ടുന്ന സമ്പത്തിന് എന്തേയോ അങ്ങേക്ക് നമ്മളെ പശി മാറ്റാലോ. ഫാത്തിമ പറഞ്ഞേക്കുകയാണ് അലിയായ തങ്ങളെ കൊണ്ടുപോയി ആ ഉടുപ്പ് വിറ്റ് 6 ദൃഹം കിട്ടി. 6 കൊണ്ട് നാണയങ്ങള് അലിയായ തങ്ങളെ കയ്യിലുണ്ട്. അലിയായ തങ്ങളെ ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് ഫാത്തിമ തങ്ങളെ സ്വന്തം വീട്ടിലേക്ക് വരികയാ. സ്വന്തം വീട്ടിലേക്ക് നടന്നു വരുന്ന സമയത്ത് ഒരു യാത്രികൻ ഓടി വന്ന അലിയായ തങ്ങളെ മുന്നിൽ എന്ന് പറയാ, അലിയായ വീട്ടിലെ പട്ടിണിയാണ്, എന്റെ മക്കളെ പട്ടിണിയാണ്, എന്റെ മക്കളെ കഴിക്കാനൊന്നുമില്ല, എന്റെ മക്കളെ മരിച്ചു പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു പോകുകയാ. അലിയായ തങ്ങളെ അങ്ങനെ കഴിയുന്നത് എനിക്ക് തന്നെ. അലിയായ തങ്ങള് ഒന്നെല്ലാം കൊടുത്തത്, പകുതിയെല്ലാം കൊടുത്തത്, അത് മുഴുക്കണമെന്ന് ആ പാവിക്ക് ആ യാത്രയ്ക്ക് കൊടുക്കുകയായ തങ്ങള് ഒന്നിന്റെ വേദന വേദനിക്കുന്ന ഹൃദയവുമായിട്ട് അലിയായ തങ്ങളെ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് പോകാം. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അലിയായ തങ്ങളുടെ മനസ്സിൽ പ്രാണമുണ്ട്. ഫാത്തിമ എനിക്ക് തന്നത്, ഫാത്തിമ ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് റസൂൽ കൊടുത്തത്. ആ വസ്ത്രം ഉപേക്ഷിച്ച്, ആ വസ്ത്രം ഇട്ട പൈസ ഇല്ലാതെ, സമ്പത്തില്ലാതെ എങ്ങനെയായ ഫാത്തിമ കാണാം. അങ്ങനെ അലിയായ തങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വ്യക്തി അവിടെ ഒരൊട്ടകവുമായിട്ട് അലിയായ തങ്ങളെ അടുത്ത് വെച്ചിട്ട് അലിയായ തങ്ങളോട് പറയാ, അലിയായ തങ്ങളെ ഈ ഒട്ടകത്തങ്ങൊന്ന് വാങ്ങണ, ഈ ഒട്ടകത്തിന് നിങ്ങൾ 100 ദൃഹമെന്നാ പറയാ, ഈ ഒട്ടകമൊന്ന് വാങ്ങണേ എന്ന് അലിയായ തങ്ങളോട് പറയാ. അലിയായ തങ്ങളോട് പറയുന്ന സമയത്ത് അലിയായ തങ്ങൾ ഒരാളോട് പറയാ, എന്റെ കയ്യിൽ തോന്നിയില്ല, എന്റെ കയ്യിൽ സമ്പത്തേ ഇല്ല. അപ്പോ മനുഷ്യൻ പറയാ, എനിക്ക് നിങ്ങളുണ്ടാ ഉപ്പനെന്നാ പറയാ, എനിക്ക് നിങ്ങളുണ്ടാ ഉപ്പനെന്നാ പറയാ. ഒട്ടകത്തെ വാങ്ങിയിട്ട് മുന്നോട്ട് നടന്നു. ഞാനൊരു കടക്കാരനായി പോയി ചിന്തിച്ച അവിടെ നിന്റെ വീട്ടുകാരെ കാണുകയാ. അങ്ങനെ അദ്ദേഹം 260 ദൃഹമിന് ആ ഒട്ടകത്തെ വിലയിൽ വാങ്ങി. അങ്ങനെ 160 ദൃഹം, ആ 100 ദൃഹം നേരെ ആദ്യം വാങ്ങിയ ഒട്ടകം വാങ്ങിയ ആൾ കൊണ്ടുപോയി കൊടുത്ത് 60 വീട്ടിലേക്ക് ചെന്നു. ഫാത്തിമ ചോദിച്ചു, ഫാത്തിമ അലിയാനോട് ചോദിച്ചു, ഇത്രയും സമ്പത്തുകളിൽ നിന്ന് കിട്ടിയ? അപ്പൊ പറഞ്ഞു, നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു. 1 കൊടുത്താൽ 2 എണ്ണം കിട്ടും, 1 കൊടുത്താൽ 10 കിട്ടൂലേ, അത് കൊടുത്തപ്പോ 60 കിട്ടിയ. അലിയായ തങ്ങളുടെ ചരിത്രം ഏറ്റവും വലിയ ഉദാഹരണമാണ്. കൂടാതെ റസൂൽ ദുആയിരിക്കാൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ദുനിയാവിനെ കഴിയുമ്പോ ആ ദുനിയാവിലെ സന്തോഷമായി സമ്പത്തിനെങ്കിൽ അതുപോലെ ആഖിറത്തിൽ കിട്ടണമെന്ന് പറഞ്ഞു. ആ ആഖിറത്തിൽ കിട്ടണമെങ്കിൽ ദുനിയാവിലെ സമ്പത്ത് അവസാന മാർഗത്തിൽ കൊടുത്താൽ എന്താവുള്ളൂ? അവനിക്ക് അതിൽ നിന്ന് പ്രതിഫലം കിട്ടുകയുള്ളൂ. അവന് നാളാഖിറത്തെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ അർശിന്റെ കടൽ ലഭിക്കുന്നവരെ എണ്ണിയപ്പോ ആ കൂട്ടത്തിൽ സ്വതക്ക നൽകുന്നവരെയോ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. നാളെ അർശിന്റെ കടൽ ലഭിക്കണമെങ്കിൽ അർശ് കടന്ന് മനുഷ്യരിലെത്തിയാൽ സ്വതക്കത്തിന് പ്രാധാന്യമുണ്ട്.
അതിലേക്ക് സ്വർഗത്തിലെത്തിയാലും ആ സ്വർഗത്തെ പ്രാധാന്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹ് ഇഷ്ടപ്പെട്ട മാർഗ്ഗത്തിൽ സ്വർഗത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് നൽകി അനുഗ്രഹിക്കട്ടെ. ദീൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് എന്റെ ഭാഷണത്തിന് വിരാമം കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.